ഇന്ന് നമ്മളൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ലഡുവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ ഇത് ദിവസേന നമ്മൾ ഒരെണ്ണം വീതം കഴിക്കുന്നത് ആർക്കായാലും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള പല പ്രശ്നങ്ങൾക്കും, അതായത് ഹോർമോൺ പ്രശ്നങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു അരക്കപ്പ് വീതം ബദാമും അതുപോലെ പീനട്ടും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് വാൾനട്ടാണ്. വാൾനട്ട് 1/4 കപ്പ് എടുത്താൽ മതി. അത് നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട, ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസപ്പെടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് വീതം പംകിൻ സീഡ്, അതുപോലെ സൺഫ്ലവർ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സിസമി സീഡ്, അതായത് എള്ള ചേർക്കുന്നത്. അപ്പോൾ വെളുത്ത എള്ള എടുക്കുന്നത്, കറുത്തതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ ലോട്ടസ് സീഡ് എടുക്കുന്നുണ്ട്, താമര വിത്താണ്. അപ്പോൾ അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതിന് ഓരോന്നിനും ഓരോ തരത്തിലാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു എള്ളും അതുപോലെ ഫ്ലാക്സ് സീഡൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ താമര വിത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുക, അപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു വിധത്തിലാകുമ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതെല്ലാം അതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു 1/2 കപ്പ് ഓട്സാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ഞാൻ എടുക്കുന്നത്, ക്വേക്കറിൻ്റെ ക്വിക്ക് ഓട്സാണ്. അതുപോലെ ഒരു 1/2 കപ്പ് വീതം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഓട്സും കൂടി നമ്മൾ ഒരുമിച്ചാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓട്സൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. അതുപോലെ തേങ്ങ ഒന്ന് നമ്മൾ ആ ഒരു അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഒന്ന് പോയിട്ട് ഒരു കളർ മാറി വരുമല്ലോ, ഒന്ന് റോസ്റ്റായി വരിക, അതുവരെ വേണം ഇത് വറുക്കാൻ. അപ്പോൾ അതിനുശേഷം മാറ്റിയിട്ട് നമ്മളിതിലേക്ക് സോയാബീനാണ് ചേർക്കുന്നത്. അപ്പോൾ സോയാബീൻ പൾസസ് ഒക്കെ കിട്ടും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും വറുത്തെടുക്കാൻ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ടൈം എടുത്തിട്ട് തന്നെ ഇത് വറുത്തെടുക്കണം. അപ്പോൾ കളർ മാറി വരുന്ന സമയത്താണ് നമ്മളിത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുവളഞ്ഞ ഒരു 5-10 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കര പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ രണ്ടാമത്തെ ബാച്ച് പൊടിച്ചെടുക്കുമ്പോൾ ശർക്കര പൊടി ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര പൊടി ചേർക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ ഇതിൽ ചേർക്കാം. അതുപോലെ നമ്മളെടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടിയാലും മതി. അപ്പോൾ ശർക്കര ഒഴിവാക്കേണ്ടവർക്ക് അങ്ങനെ ഒഴിവാക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കിതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബോളുകളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ദിവസം 1 or 2 രാവിലെ വൈകുന്നേരം വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു വാൽനട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് അവരെ ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 പേർക്ക് എന്ന് പറയുന്ന ഒരു 5-6 ദിവസത്തേക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ദിവസം ഒരെണ്ണം വീതം എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ 2 എണ്ണം വീതം രാവിലെ വൈകുന്നേരമായിട്ടും കഴിക്കാം. അപ്പോൾ നമ്മളെ ശരീരത്തിന് ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ തയ്യാറാക്കണേ.